ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അക്കോബയിൽ വന്നിട്ടുള്ള കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഇതിൽ 2-3 ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതുപോലെ 2-3 എണ്ണത്തിലെ ദുപ്പട്ടാസ് ഉണ്ട്. ബാക്കി 2-3 പ്ലെയിൻ ആണ്. എല്ലാം സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തീസ് ആണ്. നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തേക്കുന്ന കുർത്തീസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. അക്കോബ ഫാബ്രിക് വന്നിട്ടുള്ള കുർത്തിയാണ്. ഇതിന്റെ നെക്കിൽ കണ്ട നല്ലൊരു ലേസ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത്. സ്ലീവ്സിന്റെ എൻഡിലും ആ ലേസ് കൊണ്ട് ഒരു ബോർഡർ വന്നേക്കുന്നത്. ഒരു അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇട്ട് 2 ജോൾ എക്സ്ട്രാ ക്ലോത്ത് ഓൾട്രേഷന് വേണ്ടിയിട്ട് അകത്ത് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നു. ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ടയും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മൽക്കോട്ടൺ ഫാബ്രിക്കില് നല്ല ഭംഗിയുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. 2 സൈഡിൽ കുറച്ച് വീതിയിൽ ഇങ്ങനെ കട്ട് വർക്കാണ് വന്നേക്കുന്നത്. വളരെ സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ്. നമുക്കിങ്ങനെ 2 സൈഡ്സിലേക്ക് ഇടാം, അല്ലെങ്കിൽ 1 സൈഡിലേക്ക് ഇടാൻ പാകത്തിന് നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരുവേ. ഇതാണ് ക്ലോസർ വ്യൂ. ഇതാണ് അടുത്ത കുർത്തി. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നത്. നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് കളറാണല്ലോ പിങ്ക്. അതിൽ ഒരു വൈറ്റ് കളറിന്റെ ലേസ് ആണ് വന്നേക്കുന്നത് യോക്കിൽ. അത് തന്നെ സ്ലീവ്സിലും വന്നേക്കുന്നു. നല്ല ഭംഗിയുള്ള അഫ്ഗാൻ കോളർ പാറ്റേണിൽ സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ക്വാളിറ്റി ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസ് കാണുവേ. ഇതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട നമ്മൾ ആദ്യം കണ്ട ദുപ്പട്ടയില്ലേ, അതിന്റെ സെയിം ഫീച്ചേഴ്സ് ഉള്ള ദുപ്പട്ടയാണ്. സെയിം ഫാബ്രിക് ആണ്. ഇതിന്റെ കളർ ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് അടുത്ത കുർത്തി. നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നു. ഇതിന്റെ യോക്കില് ചെറുതായിട്ടൊരു ലേസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു വീനക് പാറ്റേണിൽ ചെയ്തേക്കുന്നു. ആദ്യം കണ്ട കുർത്തിയുടെ പോലെ തന്നെ നല്ല ക്വാളിറ്റി ലൈനിങ് ഇട്ട് 2 ജോൾ എക്സ്ട്രാ ക്ലോത്ത് ഓൾട്രേഷന് വേണ്ടിയിട്ട് അകത്തിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സിമ്പിൾ ആയിട്ടുള്ള വീനക്കിൽ ചെയ്തേക്കുന്നു. കണ്ടോ, നല്ല ക്വാളിറ്റി ലൈനിങ് ഇട്ട് ലൈനിങ് ഇങ്ങനെ താഴ്ഭാഗം വരെ കൊടുത്ത് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. 4 സൈഡ്സിലും ലേസ് വെച്ചിട്ട് മെൽക്കോട്ടൺ ഫാബ്രിക്കില് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ, ആ സെയിം ഫാബ്രിക് തന്നെയാണ്. പക്ഷെ ഇതിന്റെ യോക്കില് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വീനക് പാറ്റേണിൽ ചെയ്തേക്കുന്നു. നല്ല ഭംഗിയുള്ള മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ആ സെയിം ദുപ്പട്ട തന്നെ നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാം. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇനി നമുക്ക് അക്കോബ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കുറച്ച് കുർത്തീസ് കാണാം. അതിൽ ആദ്യത്തെ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നു. ഇത് കുറച്ച് ലെങ്ത് കുറവുള്ള ഒരു കുർത്തിയാണ്. ഒരു 46 ഇഞ്ചോളം ലെങ്ത് വരത്തുള്ള ഈ ഒരു കുർത്തിക്ക് മാത്രം കേട്ടോ. ബാക്കി എല്ലാത്തിനും ലെങ്ത് ഉണ്ട്. ഇതിന്റെ യോക്കിലെ കണ്ടിങ്ങനെ ഒരു ഫ്രഞ്ച് നോട്ടും ഫ്ലോറൽ എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത്. ത്രെഡ് വർക്കാണ്. സ്ലീവ്സിൽ ഇതാ ഇങ്ങനെ ലേസും അതുപോലെ ത്രെഡ് വർക്കും വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണിതും. ഇതാണ് അടുത്ത കുർത്തി. ഇത് അക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണിൽ ചെയ്തേക്കുന്നു. നെക്കിൽ കണ്ടോ, നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതേ വർക്ക് തന്നെ സ്ലീവ്സിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ബോർഡേഴ്സ് പോലെ ലേസ് വർക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതാണ് ക്ലോസർ വ്യൂ. അതിങ്ങനെ വരും. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് നല്ല ലെങ്ത്തിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്.
ഇതാണ് അടുത്ത കുർത്തി. ഇത് മക്കോബ തന്നെയാണ് ഫാബ്രിക്. ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിറർ വർക്കും ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലീവ്സിൽ ലൈനിങ് വന്നിട്ടില്ല. ഇതിന്റെ യോക്കിൽ ഇങ്ങനെ സ്പ്രെഡഡ് പാറ്റേണിൽ കുറച്ച് മിറർ വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വീനെക്ക് പാറ്റേൺ ആണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2-3 കുർത്തി ചുമ്മാ പ്ലെയിൻ ആയിട്ട് തയ്ച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ അകത്ത് വർക്കൊന്നും വന്നിട്ടില്ല. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതിൽ കണ്ടോ, ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതും ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ യോക്കിലും അതുപോലെ സ്ലീവ്സിലും ഒരു ലേസ് വർക്കാണ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. ഇത് മക്കോബ ഫാബ്രിക് തന്നെ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഒരു വീനെക്ക് പാറ്റേണിൽ ചെയ്തേക്കുന്നു. ഈ പോർഷനിൽ ചെറുതായിട്ടൊരു ലേസിന്റെ വർക്കാണ് വന്നേക്കുന്നത്. അതുപോലെ സ്ലീവ്സ് എൻഡിലും ലേസ് വന്നിട്ടുണ്ട്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഇന്നത്തെ കുർത്തി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സ്ആപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കുട്ടികളുടെ കളറിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ കോട്ടൺ ഫാബ്രിക് അല്ല. ആദ്യത്തെ 1-2 വാഷ് കളർ കണ്ടിട്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വാഷിംഗ് സെറ്റൊക്കെ വീണ്ടും കാണാം. ബൈ.